നമ്മൾ ഒരു പേജിൽ പ്രിന്റിംഗ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് MS വേർഡിൽ അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് അതിന്റെ ഔട്ട്സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. എന്താണ് അതിന് പറയുന്ന പേരെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ബ്ലാങ്ക് സ്പേസ് ഔട്ട്സൈഡ് ദ പ്രിന്റിംഗ് ഏരിയ ഓഫ് എ പേജ്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസാന നിമിഷമായ ഈ ഒരു സമയങ്ങളിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളെ എങ്ങനെ റിവിഷൻ ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി കണക്ട് ചെയ്ത് പഠനത്തെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്ക് 40 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന MS വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഫണ്ടമെന്റൽസ് എന്ന 4 ഭാഗങ്ങളിൽ നിന്നും MS വേർഡ് 2007 എന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് ചോദ്യങ്ങളെ ഉള്ളൂ എങ്കിലും ഈ രീതിയിൽ ചോദ്യങ്ങളെ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാർഗമായി നമുക്ക് എടുക്കാൻ സാധിക്കുക. അപ്പൊ നമുക്ക് ടൈപ്പിസ്റ്റ് എക്സാമുകളിലെ MS വേർഡ് 2007 നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, what is the blank space outside the printing area of a page? അതായത് നമ്മൾ ഒരു പേജിൽ പ്രിന്റിംഗ് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് MS വേർഡിൽ അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് അതിന്റെ ഔട്ട്സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. എന്താണ് അതിന് പറയുന്ന പേരെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ബ്ലാങ്ക് സ്പേസ് ഔട്ട്സൈഡ് ദ പ്രിന്റിംഗ് ഏരിയ ഓഫ് എ പേജ്? പ്രിന്റിംഗ് ഏരിയയ്ക്ക് ഔട്ട്സൈഡിലായിട്ട് കൊടുക്കുന്ന ബ്ലാങ്ക് ഏരിയയ്ക്ക് പറയുന്ന പേരെന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി, മാർജിൻസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് പേജിന്റെ മാർജിൻ എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. വാട്ട് ഈസ് ദ ബ്ലാങ്ക് സ്പേസ് ഔട്ട്സൈഡ് ദ പ്രിന്റിംഗ് ഏരിയ ഓഫ് എ പേജ് ഈസ് കാൾഡ് മാർജിൻസ്. ഓക്കെ, നമുക്ക് ആ മാർജിന്റെ ഭാഗത്ത് നിന്നും ഇനി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് അറിയാം എവിടെയാണ്? പേജ് ലേഔട്ട് ടാബിലാണ് എന്തുണ്ടാകുക? മാർജിൻസ് എന്ന ഒരു ഐക്കൺ ഉണ്ടാവുക. പേജ് ലേഔട്ട് ടാബ് കണ്ടല്ലോ. പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലാണ് മാർജിൻസ് ഉണ്ടാവുക. അപ്പം മാർജിൻസ് എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. പേജ് ലേഔട്ട് ടാബിലെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ ആണ് മാർജിൻസ് എന്നത് ഉണ്ടാവുക. അപ്പം മാർജിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കിയേ, ഡിഫോൾട്ട് മാർജിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫോൾട്ട് മാർജിൻ നോർമൽ ആണ്. ഡിഫോൾട്ട് ആയിട്ട് നമ്മുടെ പേപ്പറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ പറയുന്ന ഡോക്യുമെന്റിലെ പേപ്പറിലെ മാർജിൻ എന്ന് പറയുന്നത് നോർമൽ ആണ്. ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് 1 ഇഞ്ച് വീതമാണ് ഉണ്ടാവുക. അപ്പൊ നോക്കുക, അവിടെ നമ്മൾ മാർജിൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ദാ നോർമൽ മാർജിൻ ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് അവിടെ സെലക്ട് ആയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർജിൻസ് അവൈലബിൾ ഇൻ MS വേർഡ് എത്രയാണ്? 6 ടൈപ്സ്. 6 ടൈപ്പിലുള്ള മാർജിൻസ് ആണ് MS വേർഡിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തത് നോർമൽ, രണ്ടാമത്തത് നാരോ, മൂന്നാമത്തത് മോഡറേറ്റ്, നാലാമത്തത് വൈഡ്, അഞ്ചാമത്തത് മിറേഡ്, ആറാമത്തത് ഓഫീസ് 2003 ഡിഫോൾട്ട്. അവിടെ ടോപ്പ്, ബോട്ടം 1 ഇഞ്ച്, ലെഫ്റ്റ്, റൈറ്റ് 1.25 ഇഞ്ചസ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ ഈ ഓരോ ടൈപ്പുകൾ എന്താണ്? നോർമൽ, നാരോ, മോഡറേറ്റ്, വൈഡ്, മിറേഡ്, ഓഫീസ് 2003 ഡിഫോൾട്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ അവിടെ ഐക്കൺ എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞു മാർജിൻ ടൈപ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മറന്നു പോകാതെ പഠിച്ചു വെക്കുക. മാർജിൻ ടൈപ്സ് ഏതൊക്കെയാണ്? മാർജിൻ ടൈപ്സ് നോർമൽ, നാരോ, മോഡറേറ്റ്, വൈഡ്, മിറേഡ്, ഓഫീസ് 2003 ഡിഫോൾട്ട്. ഡിഫോൾട്ട് നോർമൽ ആണ് നമ്മൾ ഇവിടെ മാർജിൻസിൽ യൂസ് ചെയ്യുന്നത്, നോർമൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഭാഗത്തില് മാർജിൻ ഓപ്ഷൻസ്. ദാ നോക്കിയേ, അടുത്തതാണ് നമ്മൾ പറയുന്നത് മാർജിൻ ഓപ്ഷൻസ്. മാർജിൻ ടൈപ്സ് കഴിഞ്ഞു, ഇനി മാർജിൻ ഓപ്ഷൻസ്. എത്ര മാർജിൻ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? 5 ടൈപ്പ് മാർജിൻ ഓപ്ഷൻസ്. ഈ മാർജിൻ ഓപ്ഷൻസിനെ നമുക്ക് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ നിന്നാണ് ലഭിക്കുക. എവിടെ നിന്നാണ് ലഭിക്കുക?
പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് അറിയോ? ഇവിടെ നമ്മുടെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിന്റെ എൻഡിൽ ഒരു ഭാഗത്ത് ഒരു അടയാളം കാണും. അവിടെ നമ്മൾ ഈ അടയാളത്തിൽ ഈ ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ഓപ്പൺ ആവുക? നമ്മുടെ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവുക. കണ്ടോ, ഇവിടെയാണ് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. മാർജിൻ ഓപ്ഷൻസ് അവൈലബിൾ ഇൻ. എത്ര ടൈപ്പ് മാർജിൻ ഓപ്ഷൻസ് ആണ്? 5 ടൈപ്പ് മാർജിൻ ഓപ്ഷൻസ് ആണ് എവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നോക്കിയേ ഏതൊക്കെയാണ്? ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം, ഗട്ടർ. ഈ ഗട്ടർ മാർജിൻ PYQ ആണ്. എന്താണ് ഗട്ടർ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാർജിൻ ദാറ്റ് ഈസ് ആഡഡ് ടു ദി ബൈൻഡിങ് സൈഡ് ഓഫ് എ പേജ് വെൻ പ്രിന്റഡ്. അതായത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ പ്രിന്റ് ചെയ്യുന്ന പേപ്പറിനെ ബൈൻഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്പേസിനെ അവിടെ എന്ത് ചെയ്യും? മാറ്റി വെക്കും. അതിനുവേണ്ടി കൊടുക്കുന്ന സ്പേസിനെ പറയുന്ന പേരാണ് ഗട്ടർ മാർജിൻ. അപ്പൊ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ മാർജിൻ ഓപ്ഷൻസ് എവിടെയൊക്കെയാണ്? മാർജിൻ ഓപ്ഷൻസ് നോക്കിയേ, ടോപ്പ്, ലെഫ്റ്റ്, ഗട്ടർ, ബോട്ടം, റൈറ്റ്. ഓക്കെ ആണല്ലോ? 5 എണ്ണവും നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു. ഇവിടെ തന്നെയാണ് ഓറിയന്റേഷൻ ഒക്കെ ഉള്ളത്. അത് നമ്മൾ അടുത്ത ഭാഗത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേജ് ഓറിയന്റേഷൻ ഇൻ MS Word ഡോക്യുമെന്റ്? MS Word ഡോക്യുമെന്റിലെ പേജ് ഓറിയന്റേഷൻ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇതിന്റെ ആൻസറും മിക്കവാറും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാം. ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കേണ്ടത് ഓപ്ഷൻ എ ലാൻഡ്സ്കേപ്പ് ആണ്. സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ്, നൺ ഓഫ് ദീസ് ഇതൊന്നും നോക്കണ്ട. ഇവിടെ നമുക്ക് 2 ടൈപ്പുള്ള പേജ് ഓറിയന്റേഷൻ ആണ് MS Word ഉള്ളത്, ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും. നെക്സ്റ്റ് നമുക്ക് എന്താണ് പേജ് ഓറിയന്റേഷൻ എന്ന് നോക്കാം. പേജ് ഓറിയന്റേഷൻ ഹെൽപ്സ് ഇൻ സെലക്ടിങ് ലേഔട്ട് ഓഫ് ദി ഡോക്യുമെന്റ്. അതായത് ഡോക്യുമെന്റ് ലേഔട്ട് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? ഓറിയന്റേഷൻ. 2 ടൈപ്സ് ഓഫ് ഓറിയന്റേഷൻ. ഫസ്റ്റ് വൺ പോർട്രേറ്റ്, ലെങ്ത് വേസ് ഓറിയന്റേഷൻ. സെക്കൻഡ് ലാൻഡ്സ്കേപ്പ്, വിഡ്ത്ത് വേസ് ഓറിയന്റേഷൻ. ഡിഫോൾട്ട് ഓറിയന്റേഷൻ ഇൻ MS Word ഏതാണ്? എപ്പോഴും പോർട്രേറ്റ് ആയിരിക്കും. നിങ്ങൾ നോക്കിയേ, ഓറിയന്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പേജ് ലേഔട്ട്. പേജ് ലേഔട്ടിലാണ് ഓറിയന്റേഷൻ. പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ നിന്ന് നമുക്ക് ഓറിയന്റേഷൻ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. പേജ് ലേഔട്ട് ടാബിൽ നിന്നും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ആ ചോദ്യം ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. ട്രൂ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്നാണ്. ഹെഡർ ആർ ടെക്സ്റ്റ് ഓർ ഇമേജ് ഇൻസർട്ടഡ് ഇൻ ദി ബോട്ടം ഏരിയ ഓഫ് എ ഡോക്യുമെന്റ് പേജ്. ഹെഡർ ആർ text or image inserted in the bottom area of a document page. If you insert a footer in one page, it will be appears on all pages. Next, headers are used to insert borders in a document. You cannot insert date, time, page number, etc. in a header or footer. അപ്പൊ കൃത്യമായും നമ്മുടെ ഏരിയ കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് മാത്രമായിരിക്കും ഇതിന്റെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുക. ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് പറയേണ്ടത് ട്രൂ, ശരിയായതാണ്. ശരിയായതിനെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ ശരിയായതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ബിയിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് യു ഇൻസർട്ട് എ ഫൂട്ടർ ഇൻ വൺ പേജ് ഇറ്റ് വിൽ അപ്പിയേഴ്സ് ഓൺ ആൾ പേജസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് ഹെഡർ? ഹെഡർ എന്ന് പറഞ്ഞാൽ ഇൻസർട്ട് ടാബിലെ ഹെഡർ ഫൂട്ടർ, ഇൻസർട്ട് ടാബിലെ ഹെഡർ ഫൂട്ടർ ഗ്രൂപ്പിലാണ്. ഇൻസർട്ട് ടാബ് ഇതാണ് കണ്ടല്ലോ, ഇൻസർട്ട് ടാബിലെ ഹെഡർ ഫൂട്ടർ. ഈ ഹെഡർ ഫൂട്ടർ ഗ്രൂപ്പിലാണ് എന്തുള്ളത്? ഈ പറയുന്ന ഹെഡറും ഫൂട്ടറും ഉള്ളത്. ഇറ്റ് ഈസ് ടെക്സ്റ്റ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് എ പേജ്. ഒരു പേജിന്റെ ഏറ്റവും മുകളിൽ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഹെഡർ. ഐറ്റംസ് ദാറ്റ് ക്യാൻ ബി ആഡഡ് ആസ് ഹെഡേഴ്സ് ഈസ് ഫോളോ. എന്തൊക്കെ കാര്യങ്ങളെ നമുക്ക് ഹെഡറുകളായിട്ട് ആഡ് ചെയ്യാം? പേജ് നമ്പർ ആഡ് ചെയ്യാം, ക്വിക്ക് പാർട്സ്, ഡേറ്റ് ആൻഡ് ടൈം, ഇമേജ്, ക്ലിപ്പ് ആർട്ട്. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കനോട്ട് എന്ന് പറയുന്നുണ്ട്, കണ്ടോ? കനോട്ട് ഇതൊക്കെ ആഡ് ചെയ്യാമെന്നല്ലേ അവിടെ പറയുന്നത്. അപ്പൊ കനോട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? അത് തെറ്റായിരിക്കും. ഇവിടെ നമ്മളോട് ചോദിച്ചത് ശരിയാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് പേജ്. ഐറ്റംസ് ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ആസ് ഹെഡർ ഈസ് ആസ് ഫോളോ. പേജ് നമ്പർ
ക്വിക്ക് പാർട്സ്, ഡേറ്റ് ആൻഡ് ടൈം, ഇമേജ്, ക്ലിപ്പ് പാർട്സ്. ഹെഡർ മാർജിൻ എപ്പോഴും എന്തായിരിക്കും 1.25 സെന്റിമീറ്റർ ഫ്രം ടോപ്പ്. കോണ്ടെക്സ്റ്റൽ ടാബ്, അതായത് നമ്മൾ ഈ ഹെഡറും ഫൂട്ടറും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോണ്ടെക്സ്റ്റൽ ടാബായിട്ട് ഓൾറെഡി നമുക്ക് ഫോം ചെയ്യുന്ന മറ്റൊരു ടാബാണ് ഏത്? ഡിസൈൻ ടാബ്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും എഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവുന്ന മറ്റൊരു ടാബാണ് ഡിസൈൻ. അങ്ങനെ കോണ്ടെക്സ്റ്റൽ ടാബ് എന്ന് പറയുന്ന കോമൺ ആയിട്ടും ഡിസൈൻ ടാബ് ആയിരിക്കും മിക്കപ്പോഴും കാണാൻ സാധിക്കുക. നെക്സ്റ്റ് ഫൂട്ടർ എന്താണെന്ന് നോക്കിയേ. ഇൻസെർട്ട് ടാബിൽ തന്നെയാണ് ഹെഡർ ഫൂട്ടർ ഉള്ളത്, അവിടെ തന്നെയാണ് ഫൂട്ടറും കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് എ ടെക്സ്റ്റ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് എ പേജ്. ഹെഡർ ടോപ്പിലാണെങ്കിൽ ഇവിടെ ബോട്ടത്തിലാണ്. ഐറ്റംസ് ദാറ്റ് ക്യാൻ ബി ആഡഡ് ആസ് ഫൂട്ടർ ഈസ് ഫോളോസ്. പേജ് നമ്പർ, ക്വിക്ക് പാർട്സ്, ഡേറ്റ്, ടൈം, ഇമേജ്, ക്ലിപ്പ് പാർട്സ്. ഫൂട്ടർ മാർജിനും ഹെഡർ മാർജിനും സെയിം തന്നെയാണ്, 1.25 സെന്റിമീറ്റർ ഫ്രം ബോട്ടം. കോണ്ടെക്സ്റ്റൽ ടാബ് ഏതാണ്? ഡിസൈൻ. അവിടെയും കോണ്ടെക്സ്റ്റൽ ടാബ് എന്തായിരുന്നു? ഡിസൈൻ തന്നെയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. വിച്ച് മെനു ഓപ്ഷൻ ഹാസ് കമാൻഡ്, സേവ്, പ്രിന്റ്, ക്ലോസ്? അതായത് കമാൻഡുകളായിട്ടുള്ള സേവ്, പ്രിന്റ്, ക്ലോസ് എന്നിവ ഏത് മെനുവിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കിയേ. ഓപ്ഷൻ ബി, ഫയൽ മെനുവിലാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയാലോ. ഏതാണ്ട് ഫയൽ മെനു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂ, ഓപ്പൺ, ക്ലോസ്, സേവ്, സേവാസ്, അങ്ങനെ താഴോട്ട് കിടക്കുന്നു. പ്രിന്റ്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതെവിടെയാണ്? മെനുവിലെ ഫയലിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതുപോലെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നോക്കി വെച്ച് കാര്യങ്ങൾ പഠിക്കാൻ. ഇനി നോക്കിയേ, വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ് ടു സ്റ്റാർട്ട് എ സ്പെൽ ചെക്ക്? സ്പെൽ ചെക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ഓപ്ഷൻ എ ആണ്, എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. F7 ആണ് സ്പെൽ ചെക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ. റിവ്യൂ ടാബിലാണ് എന്ത് വരുന്നത്? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്നത് വരുന്നത് പ്രൂഫിംഗ് ഗ്രൂപ്പിലാണ്. റിവ്യൂ ടാബിലെ പ്രൂഫിംഗ് ഗ്രൂപ്പിലാണ് ഇത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? റിവ്യൂ ടാബിലെ പ്രൂഫിംഗ് ഗ്രൂപ്പിലാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ വരുന്നത്. ചെക്ക് ആൻഡ് കറക്റ്റ് ദ സ്പെല്ലിംഗ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്ററിൽ എന്തെങ്കിലും തന്നെ എററുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വേർഡുകൾ തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഷോർട്ട് കട്ട് കീ F7. ഞാൻ നേരത്തെ പറഞ്ഞു റിവ്യൂ ടാബിലെ പ്രൂഫിംഗ് ഗ്രൂപ്പിലാണുള്ളത്. ഇവിടെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് എന്ത് ചെയ്യും? ഓപ്പൺ ആയിട്ട് വരും. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത വാക്കുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വാക്കുകളെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്ററിൽ എവിടെയാണോ തെറ്റ് അത് കണ്ടെത്തി നമുക്ക് അവിടെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളത്, ഈ രീതിയിൽ വേണം നിങ്ങളുടെ പഠനം ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഓരോ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചത്. ഈ ഒരു ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ട് എല്ലാ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്കും ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ്. അപ്പം നിലവിൽ നമ്മുടെ CC-യിൽ ടൈപ്പിസ്റ്റിന്റെ ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മോഡൽ എക്സാംസ് ഒക്കെ എഴുതി നിങ്ങൾ കൃത്യമായി നല്ല രീതിയിൽ ഒരു എക്സാം എഴുതുന്നതിന് വേണ്ടി പൂർണ്ണമായും തയ്യാറായിട്ടായിരിക്കും പരീക്ഷ ഹാളിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തന്നിരിക്കുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8590202323. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചുകൊണ്ട് 10 ദിവസം 20 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കൃത്യമായ എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് വളരെ സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഈ ക്ലാസ്സിൽ നിങ്ങൾക്കും റാങ്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടി ജോയിൻ ചെയ്യാം. ഈ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ നല്ലൊരു റാങ്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഓൾ ഓഫ് യു.